പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് പൂരത്തിൻ്റെ ഉറക്കം എന്നൊക്കെ പറയും കേട്ടോ ഞങ്ങളുടെ ഇവിടെ. നിങ്ങളുടെ നാട്ടിൻപുറത്ത് പൂരം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസത്തെ എന്താ പറയുക നമുക്കറിയില്ല. അങ്ങനെ ഉറക്കം ദിവസം ഞങ്ങളിതാ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ തൂത അമ്പലത്തിലാണ്. അപ്പോൾ തലേ ദിവസം തൂത പൂരമായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പൂരത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് കേട്ടോ. ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോൾ ഗംഭീര ഇടിയും മഴയും വന്നു. അങ്ങനെ പൂരത്തിനൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതാ പിറ്റേ ദിവസം അമ്പലപ്പറമ്പൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങണം, അതേപോലെ കുറച്ച് പർച്ചേസിങ് ചെയ്യണം. പിന്നെ ഇന്നലെ പൂരത്തിനൊന്നും പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഇതൊക്കെ തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാറൽമണ്ണ റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒരു വിധത്തിൽ ഞങ്ങളിതാ കാറൽമണ്ണ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു സ്കൂളിൻ്റെ അവിടെ നിന്നിട്ട് ഇന്നലെ വേല പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൂത പൂരത്തിൻ്റെയും അതേപോലെ തൂത കാളവേല ദിവസത്തെയൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ വർഷം പൂരത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പൂരം, അതേപോലെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ. ഞങ്ങളിതാ അമ്പലത്തിലെത്തി. ഞങ്ങൾ പോയ സമയത്ത് അമ്പലത്തിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ച് വരുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു തൂത അമ്പലം എവിടെയെന്നുള്ളത്. അപ്പോൾ ഈ തൂത അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് മലപ്പുറം ജില്ലയും ഈ തൂത അമ്പലം വരെ പാലക്കാട് ജില്ലയാണ് കേട്ടോ. അപ്പോൾ 2 ജില്ലകളുടെ സെൻറ്ററിലായിട്ടാണ് ഈ ഒരു തൂത അമ്പലം സ്ഥിതി ചെയ്യണത്. അങ്ങനെ അതാ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇനിയിപ്പോൾ അത് അവിടെ നിന്നിട്ട് കുറേ അധികം സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് കേട്ടോ. കുറേ അധികം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ അധികം മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും ആ പൂരപ്പറമ്പിലുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പൂരപ്പറമ്പിലെ ഏറ്റവും വലിയ കമ്മലിൻ്റെ സ്റ്റാളിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കണത്. അങ്ങനെ ആ പൂരപ്പറമ്പിൽ വന്നാൽ ഏറ്റവും കൂടുതൽ വാങ്ങണതും കമ്മൽ തന്നെയാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി കമ്മലുകളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കമ്മലുകളൊക്കെ മേടിച്ചു. ആ പൂരപ്പറമ്പ് കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നപ്പോഴേക്കും ഭയങ്കര ക്ഷീണം കേട്ടോ. നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.